ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല, തിരിച്ചും പാടില്ല. ഇതാണല്ലോ നിയമം. എന്നാൽ വ്യാപകമായി ഈ സ്പാകളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ്. അതുപോലെ തന്നെ മാസിയർ, ഡോക്ടർ, ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം നിർബന്ധമാണ്. ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയർ ഉണ്ടാകാറില്ല, ഡോക്ടർമാരുണ്ടാകാറില്ല. അത് ഞങ്ങൾ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാർ പോലീസിൻ്റെയും കോർപ്പറേഷൻ്റെയും കർശന നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇവരൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. വളരെ അപകടകരമായ, ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെൻറ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമകരമായ സാഹചര്യത്തിൽ, അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല. ഇത് ലഭ്യമായൊരു വിവരമാണ്. അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.